അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന മുസ്തഫ അമ്മാ ബഅദ്. ഒരു പ്രമുഖനായ സ്വഹാബി ഹാത്തിബ് ബിൻ അബി ബൽതഅ റളിയല്ലാഹു അൻഹു എല്ലാ യുദ്ധത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്ത പ്രവാചകന് വളരെ വിശ്വസ്തനായ ഒരു സഹാബി. എന്നാൽ നമ്മൾ ചരിത്രത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരു വലിയ തെറ്റിന്റെ പേരിലാണ്. പക്ഷെ അദ്ദേഹം ആ ചെയ്ത തെറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു അത് ലഹ്ം ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ ലഹ്ം ഗോത്രത്തിൽ യമനിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ഖഹ്താനിയായ അഥവാ ഖുറൈശി അല്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അടിമയായിരുന്നില്ല. പക്ഷെ മക്കയിലേക്ക് അദ്ദേഹം കച്ചവടാർത്ഥം വന്ന് മക്കക്കാരുടെ ഇടയിൽ ജീവിക്കാൻ നമ്മൾ അന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാനുള്ള ഒരു പെർമിറ്റോട് കൂടി ജീവിക്കുക എന്ന് പറയില്ല. ഒരു സിറ്റിസൺഷിപ്പ് ഒന്നും ഇല്ലാത്ത ഒരു റെസിഡൻഷ്യൽ പെർമിറ്റോട് കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് അവിടെ കുടുംബക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കച്ചവട ബന്ധങ്ങളിലൂടെ അദ്ദേഹം മക്കയിൽ ജീവിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗോത്രത്തെ ബനു ഖലീഫ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു റാഷിദ എന്ന അദ്ദേഹത്തിന് ആ ഗോത്രത്തിന് പേര് മാറ്റി നൽകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല ആരോഗ്യമുള്ള, നല്ല കാണാൻ സുന്ദരനായ, അത്യാവശ്യം നല്ലൊരു താടിയൊക്കെ ഉള്ള ഒരു നല്ല ഒരു വ്യക്തി, നല്ല വ്യക്തിത്വത്തിനുടമ, നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വ്യക്തിത്വത്തിനുടമ. അദ്ദേഹത്തിന് വലിയ കൈകൾ, അല്ലെങ്കിൽ ആ കൈകൾ ഉപയോഗിച്ച് അദ്ദേഹം അമ്പെയ്ത്തിൽ നല്ല പ്രാവീണ്യം നേടിയിരുന്ന, അതുപോലെ തന്നെ കുതിരയോട്ടത്തിലും പ്രാവീണ്യം നേടിയിരുന്ന ഒരു സഹാബിയായിരുന്നു. എഴുത്തും വായനയും അറിയാവുന്ന ഖുറൈശികളിൽപ്പെട്ട ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം രഹസ്യമാക്കി വെച്ചതുകൊണ്ടാവാം അദ്ദേഹം പീഡനം നേരിട്ട സഹാബികളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ ആളുകൾക്ക് കനത്ത പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഖുറൈശികളിൽപ്പെട്ട ആളുകൾക്ക് പീഡനം നേരിട്ടത് കുറവായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആ നാട്ടിലെ പ്രമുഖനായതുകൊണ്ട് പീഡനങ്ങൾ ലഭിച്ചത് കുറവാണ്. പക്ഷെ അടിമകൾക്കും അതുപോലെ പുറം നാട്ടിൽ നിന്ന് വന്ന ആളുകൾക്ക് യാതൊരുവിധ ദയയും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും അത് ലഭിച്ചിട്ടുണ്ടാവില്ലായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഇസ്ലാം രഹസ്യമാക്കി വെച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത്തരത്തിലൊരു പീഡനം ലഭിക്കാഞ്ഞത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ഒരു മോചിപ്പിക്കപ്പെട്ട അടിമയുടെ കൂടെ അദ്ദേഹം ഹിജറ ചെയ്യുന്നു, മദീനയിലേക്ക് എത്തുന്നു. മുൻദിർ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന സഹാബിയുടെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം ബദറിലും ഉഹുദിലും ഖന്തക്കിലും എല്ലാ യുദ്ധത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അത്രയേറെ പ്രമുഖനായ സഹാബിയാണ്. പക്ഷെ ഈ ഒരു യുദ്ധത്തിലൊന്നും തന്നെ അദ്ദേഹത്തിന്റെ കഥകൾ നമുക്ക് ലഭിക്കില്ല, അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ കഥകൾ ലഭിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിലാക്കുന്ന കാര്യം, അദ്ദേഹം ഒരു അമ്പെയ്ത്തുകാരനായതുകൊണ്ട് തന്നെ ഡിഫൻസിലാണ് അദ്ദേഹം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇപ്പൊ ഉഹുദിന്റെ സമയത്ത് അമ്പെയ്ത്തുകാരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിച്ച് ഇറങ്ങി വന്നത്. പക്ഷെ കുറച്ച് അമ്പെയ്ത്തുകാർ അവിടെ നിന്നിട്ടുണ്ട്, മലമുകളിൽ നിന്നിട്ടുണ്ട്. പക്ഷെ ഈ ഇറങ്ങി വന്ന അഥവാ ആ അബദ്ധം സംഭവിച്ച അമ്പെയ്ത്തുകാർ ആരാണെന്നുള്ളത് നമുക്ക് അറിയില്ല, ചരിത്രത്തിൽ കാണാൻ പറ്റില്ല. കാരണം അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു അബദ്ധം സംഭവിച്ച ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തി നടക്കുക എന്നുള്ളത് സഹാബത്തിന് ഉണ്ടായിരുന്ന ഒരു ശീലമല്ലായിരുന്നു. ഇത് നമുക്ക് വലിയൊരു പാഠമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആരൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഹദിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അഫല്ലാഹു അൻഹു. ഇനി അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ അവരുടെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അഥവാ ഉമ്മു സലമക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരസിക്കാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു മടി വേണ്ട, പ്രവാചകനോട് നേരിട്ട് അത് ചെയ്യേണ്ടതില്ല, അവർക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചത്. ഇപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന് വേണ്ടി വിവാഹം അന്വേഷിച്ചപ്പോൾ ഉമ്മു സലമ പറഞ്ഞ കാര്യം, എനിക്കൊരു മകളുണ്ട്, മാത്രമല്ല ഞാൻ ഭയങ്കര അസൂയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബിലൂടെ അവരെ അറിയിച്ചത്, നിങ്ങളുടെ കുട്ടികൾ എൻ്റെയും കുട്ടികളാണ്. പിന്നെ അസൂയ എന്നുള്ളത് അത് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അത് നിങ്ങൾക്ക് മാറുന്ന അവസ്ഥയിലേക്ക് ആക്കി തരാം എന്നുള്ള രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. വളരെ പ്രമുഖയായ ഒരു സഹാബിയാണ്, നമ്മുടെ ഉമ്മയാണ് ഉമ്മു സലമ. അവരുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് പിന്നീട് തീർച്ചയായിട്ടും നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സഹാബിയുടെ ചരിത്രം മാരിയ റളിയല്ലാഹു അൻഹയെ പറ്റി പറഞ്ഞപ്പോൾ, ഈ മാരിയയെ നൽകിയ മുഖൗഖിസ് എന്ന് പറയുന്ന ഈജിപ്തിലെ ഗവർണർ,
ആ ഗവർണറുടെ അടുത്തേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മുഖൗക്കിസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംബാസഡറായി പറഞ്ഞയച്ചിരുന്നത് ഈ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപ്പോൾ അദ്ദേഹത്തിനോട് മുഖൗക്കിസ് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം മക്കക്കാർക്കെതിരെ പ്രാർത്ഥിക്കാഞ്ഞത്? അഥവാ മക്കാർ അത്രയും പ്രവാചകനെ പീഡിപ്പിച്ചപ്പോ എന്തുകൊണ്ട് മക്കാർക്കെതിരെ പ്രാർത്ഥിച്ചില്ല? അപ്പൊ മുഖൗക്കിസിനോട് ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഈസാ അലൈഹി സ്വലാമിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ, എന്തുകൊണ്ട് ഈസാ അലൈഹി സ്വലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചില്ല? എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. അപ്പോ ഈ എന്തുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ ജനതയ്ക്കെതിരെ പ്രാർത്ഥിച്ചില്ല എന്ന് ഹാത്തിബ് റളിയല്ലാഹു അൻഹു വളരെ ലോജിക്കലായിട്ട് ഇവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, ഈ ഈജിപ്തിന്റെ മിസ്റിന്റെ നാട്ടിൽ നിങ്ങളെപ്പോലെ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഒരാളായി ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നേരെ പ്രതിക്രിയ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അദ്ദേഹത്തെ പോലെ ആവരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഹാത്തിബ് റളിയല്ലാഹു അൻഹു മുഖൗക്കിസിനോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. അപ്പോ ഹാത്തിബ് റളിയല്ലാഹു അൻഹു അപ്പൊ ഇതുപോലെ ഈ ഇത്രയും പ്രമുഖനായ ഒരു സഹാബിയാണ്. പക്ഷെ ഇദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ച ഒരു വലിയൊരു അബദ്ധം ഉണ്ടായിരുന്നു. അഥവാ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫതഹിന്റെ സമയത്ത് അഥവാ മക്കയിലേക്ക് പോവാണ്, മക്ക കീഴടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ വിവരം വളരെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിവരം വളരെ കുറച്ച് സഹാബത്തിന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് സർപ്രൈസ് അറ്റാക്കാണ്, രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം ഇത് അഥവാ അവർ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൊടുക്കരുത്, നമ്മൾ സർപ്രൈസ് അറ്റാക്കായി ചെയ്യുന്നതുകൊണ്ട് എന്നാലേ മിനിമം കാഷ്വാലിറ്റീസിൽ നമുക്ക് ഈ ഒരു കാര്യം നടക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ അറിയാം. അതുകൊണ്ട് ആരോടും പറയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഈ വിവരം മക്കക്കാരെ അറിയിക്കുന്നു. ഈ വിവരം മക്കക്കാരെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സ്ത്രീ ഇതുപോലെ അവിടെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അഥവാ സാറ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് മക്കക്കാരിയാണ്. അവർ മദീനയിലേക്ക് വന്ന സമയത്ത്, മദീനയിലേക്ക് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് ഒരു ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. ഈ കത്ത് കൊടുത്തയക്കുമ്പോൾ ഈ കത്തിൽ എന്താണ് ഉള്ളത് എന്നൊന്നും ഈ സ്ത്രീക്ക് അറിയില്ല. പക്ഷെ ഈ കത്ത് ലഭിച്ച സ്ത്രീ അവർക്ക് കുറച്ച് പണം കൊടുക്കുകയും ചെയ്തു. ഈ കത്ത് മക്കയിലെ നേതാക്കന്മാർക്ക് നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ എത്തിക്കണം എന്ന് ആര് പറയാണ്? ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഈ കത്ത് ഇവർ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് യാത്ര പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു കത്ത് ഒരാൾ കൊടുത്തയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ തിരിച്ചു വാങ്ങണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വിവരം മക്കക്കാർ അറിയുമെന്ന് പറഞ്ഞ് പ്രവാചകന് വഹി ലഭിച്ചു. അത് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാൻ ഒരു സഹാബിക്കും കഴിയൂലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രമുഖരായ അലി റളിയല്ലാഹു സുബൈറും മിഖ്ദാദും, ഈ ഏറ്റവും പ്രവാചകന്റെ അടുപ്പമുള്ള ഈ 3 പേരെ പറഞ്ഞയക്കുകയാണ്. ഇന്ന സ്ഥലത്ത് പോയി, അവർ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും, ഇന്ന സ്ത്രീയുടെ കയ്യിൽ കത്തുണ്ട്, അതുകൊണ്ട് ആ കത്ത് നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് പോയി പിടിച്ചു വാങ്ങണം എന്ന് ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതാണ്. അവർ നേരെ തന്നെ കുതിരപ്പുറത്ത് നേരെ പോയി പുറപ്പെടുന്നു. അവർ ഇന്ന സ്ഥലത്തെത്തിയിട്ട് ആ കത്ത് ആ സ്ത്രീയോട് ചോദിക്കുന്നു, കത്ത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കത്ത് കാണാനില്ല. അപ്പോൾ അവര് മുഴുവൻ എന്ത് ചെയ്യാണ്, മുഴുവൻ കാര്യങ്ങളും അഥവാ ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ബാഗ് എല്ലാം പരിശോധിച്ചതിന് ശേഷം അവരോട് ചോദിക്കുകയാണ്, എവിടെയാണ് കത്ത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കത്തില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞ ആള് അദ്ദേഹം എന്നോട് കളവ് പറഞ്ഞതുമല്ല, ആ പറയുന്ന ആള് കളവ് പറയുന്ന ആളുമല്ല. നിങ്ങൾ ഈ കത്ത് ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും ഞങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടി വരും എന്നുള്ള രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹു അവരോട് പറയാണ്. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് ഇവർ ഭയപ്പെട്ടിട്ട് അവരുടെ മുടിന്റെ കെട്ടിൽ നിന്ന് ആ ഒരു കത്ത് എടുത്തിട്ട് ഇവരുടെ അടുത്തേക്ക് കൊടുക്കുകയാണ്. ഈ കത്ത് നേരെ പ്രവാചകന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്ത് തുറക്കുന്നു. അപ്പോൾ ഇതുപോലെ മക്കയിലെ നേതാക്കന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഹാത്തിബ് ബിൻ അബി ബൽത എഴുതുന്ന കത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾ വേണ്ട മുൻകരുതൽ എടുത്തോളൂ എന്നാണ് ഇവർ പറയുന്നത് ഈ കത്തിലുണ്ടായിരുന്നത്. അഥവാ ഇനി ഒന്നും നോക്കാല്ല, ഇത് ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. എന്തായാലും കൊല്ലപ്പെടേണ്ട ഒരു കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബിനോട് ചോദിക്കണം, മാ ഹമലക അലാ ഫഅൽ, എന്തിനാണ് നീ ഇത് ചെയ്തത്, ഇത് എന്ത് കാര്യത്തിനാണ്, അല്ലെങ്കിൽ എന്താണ് നിന്റെ ഉദ്ദേശം എന്ന്
ഹാത്തിബിനോട് ചോദിച്ചപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു കൊടുത്ത മറുപടി, പ്രവാചകരെ അങ്ങ് ഈ വിഷയത്തിൽ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തരുത്, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഇത് കേട്ട ഈ കത്ത് കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട്, ഈ മുനാഫിക്കിനെ ഞാൻ വധിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വധിക്കണം, ഇദ്ദേഹത്തിനെ വധിക്കണം എന്ന് പറയാണ്. അപ്പൊ ഹാത്തിബ് റളിയല്ലാഹു കൊടുത്ത മറുപടി, ഞാൻ ഒരു ഖുറൈശി ആയിരുന്നില്ല, ഞാൻ ഖുറൈശി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങയുടെ ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ അങ്ങയുടെ സഹാബത്തിന്റെ കുടുംബക്കാരെല്ലാം അവര് ഖുറൈശികളായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് കുടുംബക്കാരുണ്ട്, അവർക്ക് അവിടെ സംരക്ഷണം ലഭിക്കും. പക്ഷെ അങ്ങ് ഖുറൈശി ഗോത്രത്തെ അല്ലെങ്കിൽ മക്കയെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപകടത്തിലാവാൻ പോകുന്നത് എൻ്റെ ചില കുടുംബങ്ങളുണ്ട് മക്കയിൽ, എൻ്റെ ചില അടുത്ത ബന്ധുക്കളെല്ലാം ഉണ്ട്, അവരെല്ലാം ആക്രമിക്കപ്പെടും, എൻ്റെ കുടുംബം നശിപ്പിക്കപ്പെടും. ആ ദേഷ്യം അവരോടാണ് തീർക്കുക. കാരണം അവർ ഖുറൈശി അല്ലാത്തതുകൊണ്ട് അവരോട് എന്തും അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാർക്ക് അവിടെ ഒരു സംരക്ഷണം ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അതല്ല, ഈ കത്ത് കൊടുത്തത് കൊണ്ടൊന്നും അങ്ങക്കൊന്നും സംഭവിക്കില്ല, അങ്ങക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ഒരിക്കലും ഇത് ചെയ്തത് കുഫർ കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് കുഫറിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഇതാണ് എൻ്റെ ന്യായം, അഥവാ ദുന്യവിയായ ഒരു കാരണമാണ് ഈ പറഞ്ഞത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹാത്തിബ് പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വീണ്ടും ചോദിക്കണം, എന്നാൽ ഇവനെ വധിക്കണം എന്ന്. ഈ വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും വരും. അപ്പൊ രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവനെ വധിക്കപ്പെടേണ്ടതാണെന്ന്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, യാ ഉമർ, അവൻ ബദറിൽ പങ്കെടുത്തവനാണ്, നിനക്കറിഞ്ഞൂടെ? ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ബദറിൽ പങ്കെടുത്ത ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് പുറത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന് മാപ്പ് നൽകുന്നു. ഇതിലുള്ള ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് അബ്ദുറഹ്മാൻ ഇബ്നു ഹാത്തിബാണ്. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അദ്ദേഹം ഹദീസിൽ സിഖത്തായ ഒരു വ്യക്തിയാണ്, വിശ്വാസയോഗ്യമായ വ്യക്തിയായിരുന്നു, പണ്ഡിതനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിൽ നിന്ന്, അദ്ദേഹത്തിന് സംഭവിച്ച ഒരു തെറ്റുകൊണ്ട് അദ്ദേഹത്തെ ജഡ്ജ് ചെയ്തില്ല, അഥവാ അതിന്റെ പേരിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കിയില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിന്. അത് ഒരുപാട് വിഷയങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ പ്രവർത്തനം, ഒരു തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ഒരാൾ ചെയ്ത എല്ലാ നന്മകളെയും കാണാതിരിക്കുക എന്നുള്ളത് അത് സംഭവിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ബദറിൽ പങ്കെടുത്തു, അതിന്റെ പേരിൽ അദ്ദേഹം ചെയ്ത വലിയ തെറ്റ്, ഗുരുതരമായ ഒരു തെറ്റ് അദ്ദേഹത്തിന് പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കും അതുപോലെ ഒരു ബദർ മൂവ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് അത്രയും ക്രൂഷ്യലായ ഒരു സമയത്ത് നമ്മൾ അത്രയും ബുദ്ധിമുട്ടി നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തൊരു പ്രവർത്തനം നമ്മളെ രക്ഷപ്പെടുത്താൻ അങ്ങനെ ഒരു അമല്, കാരണം നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ്, അങ്ങനത്തെ ഒരു അമല് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാര്യം ചോദിക്കുക. അപ്പൊ ബദറിൽ പങ്കെടുത്തത് കൊണ്ട് ഹാത്തിബ് ചെയ്ത ഈ ഗുരുതരമായ തെറ്റും പുറത്ത് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, ഉമറും ബദറിൽ പങ്കെടുത്തതാണ്, അബൂബക്കർ സിദ്ദീഖ് ബദറിൽ പങ്കെടുത്താണ്, ഇവരാർക്കും തന്നെ എന്നാ പിന്നെ നമ്മളെല്ലാം സേഫാണ്, ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ലല്ലോ എന്നവർ ചിന്തിച്ചിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണം വരെ അതുപോലെ ഒരു മിനിറ്റ് പോലും അതിനുവേണ്ടി റെസ്റ്റ് എടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. നിരന്തരം അതുപോലെ മണൽത്തരി കയ്യിലെടുത്തിട്ട് പറയണം, ഉമർ ഈ മണൽത്തരി ആയിരുന്നെങ്കിൽ ഉമറിന് ഈ മണൽത്തരിക്ക് വിചാരണ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു ഖലീഫയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അവരും ബദറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവരെ മടിയന്മാരാക്കി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇനി ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചെയ്തത് ഒരു രാഷ്ട്രീയപരമായിട്ട് വലിയൊരു ക്രൈമാണ്. അത് ഉമ്മത്തിന് വലിയ ദോഷം ചെയ്യുന്ന ഒരു ക്രൈമാണ് ചെയ്തത്. പ്രവാചകന്റെ കാരണത്താൽ അത് പിടിക്കപ്പെട്ടു എന്ന് മാത്രം. പക്ഷെ അതുപോലെയുള്ള ആളുകൾ ഇന്നും ലോകത്തുണ്ട്. അപ്പൊ അവരുടെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നമ്മൾ വലിയ ജഡ്ജ്മെന്റിലേക്ക് പോവരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു പിന്നീട് നല്ലൊരു ജീവിതം ജീവിക്കുകയും അങ്ങനെ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫിഖ്ഹി ഇഖ്തിലാഫും ഒരു അഖദി ഇഖ്തിലാഫും ഉണ്ട്. അഥവാ ഫിഖ്ഹി മേഖലയിലുള്ള ഒരു ഇഖ്തിലാഫ്, അത് നമുക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമ്മൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞത്, ഞാൻ മുർത്തദായി എന്നുള്ള അവസ്ഥയിൽ ഹാത്തിബിനെ കൊല്ലട്ടെ എന്നുള്ളതാണ്. പക്ഷെ മുർത്തദായില്ല, ഞാൻ കാഫിർ ആയിട്ടില്ല, ഞാൻ ഇന്ന കാരണം കൊണ്ട്, ഒരു ദുന്യവിയായ കാരണം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇവനെ വധിക്കണം എന്നുള്ളത്. ഇതിൽ നിന്ന് ഇമാം ഷാഫി, ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ്, ഈ രണ്ട് മദ്ഹബിലും പണ്ഡിതന്മാർ പറയുന്നത്, ജാസൂസ് അഥവാ ഈ രാഷ്ട്രത്തിനെതിരെ ചാരപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിനെ വധിക്കേണ്ടതില്ല, അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുക്കാം, ജയിൽ ശിക്ഷ കൊടുക്കാം, പക്ഷെ അദ്ദേഹത്തിനെ വധിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ രണ്ട് മദ്ഹബിന്റെ അഭിപ്രായം. ഹംബലി മാലിക്കി മദ്ഹബില്
പറയുന്നത് അവരെ വധിക്കാം, പക്ഷെ മുർത്തദായിട്ട് വധിക്കാൻ പാടില്ല, പക്ഷെ അവരെ വധിക്കാം എന്നതാണ്. എന്താണ് അവരുടെ തെളിവ്? അവരുടെ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാത്തിബ് റളിയല്ലാഹു ഈ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഇത് മുർത്തദാണ് അല്ലെ ഈ കത്ത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് കൊല്ലട്ടെ എന്ന് ചോദിക്കുന്നു. അത് ചോദിക്കുന്നത് അദ്ദേഹം മുർത്തദായി എന്ന് വിശ്വസിച്ചിട്ടാണ്. രണ്ടാമത് വീണ്ടും അദ്ദേഹം മുർത്തദായിട്ടില്ല, അദ്ദേഹം ചെയ്തത് ഒരു ദുന്യവിയായ കാരണത്തിനാണ്, അദ്ദേഹത്തിന്റെ ദുനിയാവിലെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോഴും ഉമർ ഖത്താബ് ചോദിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ വധിക്കട്ടെ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്ത് പറഞ്ഞില്ല? ഇല്ല ഉമർ, അങ്ങനത്തെ ആളുകൾ നമ്മൾ വധിക്കൂല എന്നല്ല പറയുന്നത്, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ ബദറിൽ പങ്കെടുത്തിരിക്കുന്നു, ഹാത്തിബ് ബദറിൽ പങ്കെടുത്തിരിക്കുന്നു, അഥവാ ബദറിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു എക്സെപ്ഷൻ ആണ്. അത് ഒരിക്കലും മറ്റുള്ള സഹാബത്തിനോ മറ്റുള്ള വ്യക്തികൾക്കോ ലഭിക്കൂല. അപ്പൊ ബദറിൽ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ വധിച്ചേനെ എന്നുള്ള ഒരു ഹിന്റ് അതിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് അത് വധിക്കാം എന്നുള്ളതാണ് ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും പറയുന്നത്. ഇനി അഖീദന്റെ വിഷയത്തിലാണെങ്കിലും ശരി, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് നിങ്ങൾ ഒരു വ്യക്തി ഒരു കുഫറിന്റെ പ്രവർത്തനം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, അഥവാ ഹാത്തിബ് റളിയല്ലാഹു ചെയ്ത പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ അത് കുഫറിന്റെ പ്രവർത്തനമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ അത് എന്തല്ല, നമ്മൾ ഒരിക്കലും അത് അദ്ദേഹം കാഫിറായിരുന്നു അല്ലെങ്കിൽ കാഫിറായ പ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ വെരിഫൈ ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിന്റെ ജഡ്ജ്മെന്റിലേക്ക് പോകരുത്. കുഫർ എന്നുള്ളത് ഹൃദയത്തിലുള്ള വിഷയമാണ്, അത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, എല്ലാ പ്രവർത്തനവും കുഫറിന്റെ പ്രവർത്തനം ആവണമെന്നില്ല. ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ ഒരു മുസ്ലിങ്ങളുടെ ശത്രുക്കളെ ഒരാൾ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, അയാളുടെ ദുനിയാവിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അയാളുടെ ദുനിയാവിലെ സമ്പത്തിന് വേണ്ടിയിട്ടോ അധികാരത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് മുസ്ലിങ്ങൾക്കെതിരെ അയാൾ ഈ മുസ്ലിങ്ങളെ ശത്രുക്കളെ സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ തിന്മയാണ്, പക്ഷെ ഇത് കുഫറല്ല. ഇനി അയാൾ ശരിക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്ന് ഇസ്ലാമിനെ കീഴടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരെ സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുഫറാണ് എന്ന് ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പോൾ ഒരേ സംഭവത്തിൽ നിന്നും പണ്ഡിതന്മാർ എങ്ങനെയാണ് തെളിവുകളിൽ നിന്ന് ഫിഖ്ഹും അഖീദയും ഇസ്തിംബാത്ത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ സാധാരണക്കാരായ നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും എന്നാൽ ആ വിഷയത്തിൽ ഒരു കടുംപിടുത്തമൊന്നും പിടിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മാന്യമായ ആളുകളോട് ഇടപെടണം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ